നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ്. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിസ്ഥാനത്തിൽ ഏറെ സന്തോഷത്തിൽ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികളിൽ ഏറെ ദുരിതം മകന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മി. KA തുളസി മന്ത്രിപദത്തിൽ. കോങ്ങാട് ഇടത് കോട്ട പൊളിച്ച് KA തുളസി എന്ന വനിതാ നേതാവിന്റെ നിയമസഭാ പ്രവേശം. 1994 മുതൽ കോൺഗ്രസിലെ സജീവ സാന്നിധ്യം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരാവസ്ഥയിൽ. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. പ്രതി ഒളിവിൽ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസൽദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയും ടീം UDFന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും തീരുമാനത്തെ സർവാത്മാ സ്വാഗതം ചെയ്യുന്നു. നിയുക്ത മന്ത്രി OJ ജനീഷിനെ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദിക്കുന്നതായും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിസ്ഥാനത്തിന്റെ സന്തോഷത്തിൽ OJ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികളിൽ ഏറെ ദുരിതം മകനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ പറഞ്ഞു. MLA ആയത് തന്നെ വലിയ സന്തോഷം. മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായിരുന്നെന്നും പുഷ്പ പറഞ്ഞു. മന്ത്രിയാകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. MLA സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളത്തെ കഷ്ടപ്പാടിന്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു MLA സ്ഥാനം കിട്ടിയത് തന്നെ. ഇപ്പൊ ഭയങ്കര സന്തോഷം മന്ത്രിയായാല്. എന്താണ് ആ പിന്നിട്ട വഴികളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നിട്ട വഴികൾ പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ഒരുപാട് ഞാനും വിഷമിച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ വരാണ്ടും തല്ലുകൊണ്ട് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര സന്തോഷം. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവി എന്ന് ഭാര്യ ശ്രീലക്ഷ്മിയും കൂട്ടിച്ചേർത്തു. പറഞ്ഞപോലെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിച്ചു വന്ന ആളാണ്. അപ്പൊ അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടി. ഭയങ്കര സന്തോഷം. അതിന്റെ ഒപ്പം ഒരു ഭാഗ്യം കൂടി ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ടോ? മോൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവന് ഭാഗ്യം ഉദിച്ചേക്കണത്. അതെ, ഭാഗ്യത്തിനല്ല, ആളിതിലേക്ക് ഇൻവെസ്റ്റ് ഇത്ര നാളത്തെ ആളുടെ എഫേർട്ടും ടൈമും എല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത്രയും ജെന്യൂൻ ആയിട്ടൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ കരുതിയുന്നു. KA തുളസി മന്ത്രിപദത്തിൽ. കോങ്ങാട് ഇടതു കോട്ട പൊളിച്ച് KA തുളസി എന്ന വനിതാ നേതാവ് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. തൃശൂർ ജില്ലയിലേക്ക് അയ്യപ്പൻ്റെയും MK അമ്മിണിയുടെയും മകളായി ജനിച്ച KA തുളസി 1994 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാണ്. 2004 KPCC എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2016 മുതൽ 23 വരെ AICC അംഗമായിരുന്നു. 2021 മുതൽ KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 2012 മുതൽ 17 വരെ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. ചരിത്രത്തിൽ PGയും UGC സെറ്റ് യോഗ്യതയും നേടിയ തുളസി ദീർഘകാലമായി കോളേജ് അധ്യാപികയാണ്. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായ തുളസി കോളേജ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2000 മുതൽ 2005 വരെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ ചേലക്കര ഡിവിഷനിൽ അംഗമായിരുന്നു. 2001 ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്കും 2004 ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലേക്കും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഭർത്താവ് VK ശ്രീകണ്ഠൻ MP. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ചുവന്ന മണ്ണിൽ വാഹനാപകടം. 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരാവസ്ഥയിൽ. തൃശൂർ പെരിഞ്ഞനം സ്വദേശികളായ 75 വയസ്സുള്ള രാജലക്ഷ്മി, 78 വയസ്സുള്ള വിലാസിനി എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന തൃശൂർ പെരിഞ്ഞനം സ്വദേശികളായ രാജലക്ഷ്മി, വിലാസിനി എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷീജ ഗുരുതരാവസ്ഥയിലാണ്. 5 പേരടങ്ങുന്ന സംഘം പാലക്കാട്ടേക്ക് വിവാഹത്തിന് പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. എടത്തുരുത്തി കാളിക്കുട്ടി സ്മാരക നിലയത്തിന് സമീപമുള്ള വട്ടപ്പുള്ളി അനീഷാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഒളിവിലാണ്. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിനു സമീപം വട്ടപ്പുള്ളി 47 വയസ്സുള്ള അനീഷാണ് കൊല്ലപ്പെട്ടത്. കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് അനീഷിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. എക്സൈസിൽ പാചക തൊഴിലാളിയാണ് അനീഷ്. കൊലപാതകത്തെ തുടർന്ന് അനൂപ് ഒളിവിൽ പോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസൽദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിൻ്റെ പിടിയിലായി. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും
കൊരട്ടി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസുൽദുൽ ഇസ്ലാം എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം ഇയാളെ ഹെറോയിനുമായി പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അസുൽദുൽ ഇസ്ലാം 2025 ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു കേസിലെ പ്രതിയാണ്. കോട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബുള്ള, ഡാൻസ് ഓഫ് GS-മാരായ സതീശൻ മടപ്പാട്ടിൽ, മൂസ PM, ASI-മാരായ റജി AU, ബിനു MJ, CPO ശ്രീജിത്ത് EV, പ്രൊബേഷണറി SI അരുൺ, GSI ജോയ്, GASI ഷിജോ, സീനിയർ CPO-മാരായ നിഖിൽ, ആന്റണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BMS ചുമട്ടുതൊഴിലാളി യൂണിയനിൽ നിന്നും വിരമിക്കുന്ന MC രവിക്ക് കുളപ്പള്ളി BMS ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് നൽകി. സംഘടനാ ജില്ലാ പ്രസിഡന്റ് മണികണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ, 8ാം വാർഡ് കൗൺസിലർ A ഗോപകുമാർ, രാജേഷ്, മറ്റ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലി റിട്ടയർമെന്റ് എടുത്തു, വീട്ടിൽ ഒതുങ്ങിയിരുന്നു, അങ്ങനെ ഒരു റിട്ടയർമെന്റാണ് എല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ ആ ഒരു റിട്ടയർമെന്റ് കാലമല്ല അപ്പം നമുക്ക് രേഖയോടെ എന്ന് പറയുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ചാലും വീട്ടിൽ ഒതുങ്ങിയിരുന്ന് ജീവിക്കാനുള്ള റിട്ടയർമെന്റ് ഇല്ല. നമ്മളെ 60 പറഞ്ഞ പോലെ 60 വയസ്സായി റിട്ടയർമെന്റ് ആകുന്നത് അത് ഏതൊരു ജോലിയിൽ നിന്നുള്ള ഇതുപോലുള്ള ഗവൺമെന്റ് സർക്കാരിന്റെ ജോലികളുടെ ഒരു സംഗതി മാത്രമാണ്. 60 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർമെന്റായി ജോലി റിട്ടയർമെന്റ് ആവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രവേട്ടിന് ഇനിയും ചുറുചുറുക്കോട് കൂടി നമ്മളെല്ലാവരും സഹായിക്കുന്നതിനും ഇതുവരെയുള്ള സഹായങ്ങൾ പോലെ ഇനിയും സഹായിക്കാനും. പഴയ ലക്കിടി മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്ന കുരുന്നുകളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായി. പ്രശസ്ത ചെണ്ട കലാകാരൻ സദനം ഗോപാലകൃഷ്ണനും 35-ൽ-അധികം വിദ്യാർത്ഥിനികളും ചേർന്ന് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചാരിമേളം കാണികൾക്കും ഏറെ ഹരമായി. അശ്വിൻ, സായ് കൃഷ്ണ, ഹർഷവർദ്ധൻ, സഞ്ജയ്, ഹൃദിൻ, ശരൺ, ജിനീഷ്, നീരവ്, ആദർശ്, അഭ്യുത് എന്നീ 10 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും അവരോടൊന്നിച്ച് 12 പെൺകുട്ടികളും 12 ആൺകുട്ടികളും ഇടംതലയിലും വലംതല, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവയും ചേർന്ന് 65-ലധികം വരുന്ന കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം 1000-ലധികം വരുന്ന കാണികളുടെ മനം കവർന്നു. കാണികളായ ആസ്വാദകർ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ താളത്തിനൊത്ത് തുള്ളിയത് മേളക്കാർക്ക് ഹരമായിരുന്നുവെന്ന് മേളപ്രമാണിയായ സദനം ഗോപാലകൃഷ്ണനും സംഘവും അറിയിച്ചു. ഇങ്ങനെയുള്ള ചെണ്ടമേളം ഇതുവരെ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടില്ലെന്നും വരും വർഷങ്ങളിലും ചെണ്ടമേളം വേണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിൽ പഠിച്ച് അവിടെ തന്നെ 1984-ൽ അധ്യാപകനായും 2017 മുതൽ 2025 വരെ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. നാട്ടിൽ നിന്നും 1000-ലേറെ കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുത്തു. ഇനിയും കൂടുതൽ കലാകാരന്മാരെ വാർത്തെടുത്ത് ലക്കിടി ഒരു കലാഗ്രാമമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ ഗോപാലകൃഷ്ണന്റെ മനസ്സിലുള്ളൂ. 100-ലധികം വിദ്യാർത്ഥിനികൾ പേരൂർ ഭജനമഠത്തിൽ ഇപ്പോഴും ചെണ്ട അഭ്യസിക്കുന്നുണ്ട്. അതിൽ അച്ഛനും മകനും അമ്മയും മക്കളും മുത്തച്ഛനും പേരമക്കളടക്കം പരിശീലനത്തിനെത്തുന്നുണ്ട്. കല പഠിക്കാൻ വയസ്സൊരു പ്രശ്നമല്ലെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. അവരൊക്കെ അത്രയും നന്നായി കൊട്ടുന്നവർ തന്നെയാണ്. ആദ്യമായിട്ട് കൊട്ടുകയാണ് അവർ, പക്ഷെ നന്നായി കൊട്ടും. എല്ലാവരും ആസ്വദിക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒപ്പം ഒരു 10-12ഓളം പെൺകുട്ടികളെ, എവിടെ പെൺകുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, 12ഓളം പെൺകുട്ടികളും കൊട്ടുന്നുണ്ട്. 10-15 ആൾക്കാരോളം വന്നിരുന്നു, പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ 12 വന്നിട്ടുള്ളൂ തോന്നുന്നു. കൂടെ ആൺകുട്ടികൾ കുറച്ച് ആൾക്കാർ പിന്നെ കൊട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ എങ്ങനെയും ഒക്കെ എല്ലാവരും കൂടെ കൊമ്പ്, കൊഴല്, വലന്തല, ഇലത്താളം ഇതെല്ലാം കൂടെ ഒരു 65 പേരോളം ഉണ്ട് അല്ലേ? 65-ലധികം കുട്ടികളാണ്. കുട്ടികളും ആശാന്മാരും ഒക്കെ പാടെയാണ് കൊട്ടുന്നത്. അപ്പോൾ അത് ഗംഭീരമാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. NSS കരയോഗം ചെറുതുരുത്തി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പായംകുളത്ത് നടന്നു. വടക്കാഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. 10-20 വർഷം രാജ്യത്തെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം ചെയ്യിച്ച അച്ഛനും അമ്മയും ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിലോ
ഫേസ്ബുക്കിലോ കണ്ട 2 ആഴ്ച മാത്രം പരിചയമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരുത്തിയുടെ അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൂടെ പോകാനും ഇതുവരെ തുടർന്ന സംസ്കാരമെല്ലാം തെറ്റായി പോയി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും അച്ഛനും അമ്മയ്ക്കും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങേണ്ട അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് വേറെ യാതൊരു മാർഗവുമില്ല. ഇത് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പുരാണങ്ങളും ആധ്യാത്മികതയും എന്താണെന്ന് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ. കരയോഗം പ്രസിഡന്റ് റിട്ടയർഡ് അധ്യാപകൻ കെ.ടി. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ.എ. മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ എൻ.ജി. ഗിരീഷ് കുമാർ വരവ് ചെലവ് അവതരിപ്പിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് എ.വി. സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് കെ.എം. ശങ്കരനാരായണൻ സ്വാഗതവും വനിതാ സമാജം സെക്രട്ടറി രാധാ വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം താലൂക്ക് യൂണിയൻ ഭരണസമിതി നിരീക്ഷകൻ എ. രാധാകൃഷ്ണൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി കെ.ടി. രാമചന്ദ്രൻ, സെക്രട്ടറി കെ.എം. മുരളീധരൻ, ട്രഷറർ എൻ.ജി. ഗിരീഷ് കുമാർ അടങ്ങുന്ന 11-അംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒ.ജെ. ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജൻ. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജൻ. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിസ്ഥാനത്തിൽ ഏറെ സന്തോഷത്തിൽ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികളിൽ ഏറെ ദുരിതം മകന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മി. കെ.എ. തുളസി മന്ത്രിപദത്തിൽ. കോങ്ങാട് ഇടതുകോട്ട പൊളിച്ച് കെ.എ. തുളസി എന്ന വനിതാ നേതാവിന്റെ നിയമസഭാ പ്രവേശം. 1994 മുതൽ കോൺഗ്രസിലെ സജീവ സാന്നിധ്യം. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില ഗുരുതരാവസ്ഥയിൽ. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. പ്രതി ഒളിവിൽ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസൽദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.